ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രൈസി ഫാർസിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാന് അലക്സൊക്കെ കണ്ട അവിടെ നിന്ന് സുഖമായിട്ട് നടന്നുകൊണ്ട്. അപ്പം ഈ അലക്സ അവിടെ എന്തെങ്കിലും ചേട്ടാ, നമുക്കൂടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവന് ഈ വീട് മൊത്തം ചുട്ടി ഇറങ്ങാണ്ട് വേറെ പരിപാടികളൊന്നും ഒന്നുമില്ല. സ്വിമ്മിങ് പൂൾ പോവുക, അത് അതൊന്ന് കുടിക്കട്ടെ. എത്ര ദിവസമായി, 2 ദിവസമായി കുളിച്ചിട്ട്. മണ്ണക്ക മേളൊക്കെ ഒന്ന് കുളിക്കട്ടെ മനുഷ്യൻ. അല്ല പിന്നെ എത്ര ഈസ മതി കുളിച്ചതൊക്കെ. കുറച്ചുകൂടി ചാടിയേക്കാം. മണം ഇതുവരെ പോയിട്ടില്ല. നമ്മൾ സോപ്പും തേക്കില്ലല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ചാടി കുളിച്ചിട്ട് ഇനി മതി. തണുക്ക വെള്ളത്തിന് കൊടുക്കുന്നത് തണുപ്പ്. സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കിയ പ്രശ്നമായത്. നമ്മളിപ്പോൾ ഈ അലക്സക്ക് വരും. റോക്കിപ്പട്ടി എന്നൊക്കെ ഉണ്ട്, സുഖമല്ലേ? ആരെങ്കിലും വെച്ചാൽ കടിച്ചട കീറി പൊളിച്ചേക്ക എല്ലാത്തിനും. ഓക്കെ മേഡാ ബൈ. ജാക്ക് പോട്ടെ. ഇനി ജാക്കിൻ്റെ ബൈക്ക് എടുക്കാം. ബൈക്കിൽ പോണ കാറിൽ പോകണം. പക്ഷെ ഒരു ചെങ്ങായിട്ട് മോനെ എത്ര ദിവസം ഇങ്ങനെ പിശുക്കുണ്ടാവില്ല. രാഹുലാണ് എൻ്റെ പേരിട്ടാ. അവന് കട തന്നെ എത്ര ദിവസമായിനറിയോ. ഞാനവിടെ കട വാങ്ങാൻ പോവാണ്. ഒരു വെറുപ്പാണ്. കടം തരില്ല, ഒന്നും തരില്ല. ഇന്ന് വാങ്ങണോ? ഇന്ന് വാങ്ങിയേ പറ്റൂ. ഇന്ന് തരന്തോ അല്ലെ? നാളെ തരുമ്പോൾ നാളെ തന്നില്ലെങ്കിൽ എന്തായാലും ഇതാക്കും. ചോദിച്ചോക്ക എന്നാ തരാന്ന്. അല്ല ഇപ്പം എന്ത് വൃത്തിയിട്ട സ്വഭാവമാണ് ഇവന്. ഈ പൈസ ഏറ്റു വന്ന പിന്നെ ഈ സ്വഭാവമാണ്. ഇങ്ങനത്തെ ഒരു വൃത്തിയിട്ട സ്വഭാവം ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. അല്ലോ രാഹുൽ എന്ത് ചെങ്ങായനെ, ഇതുമില്ല ഒന്നുമില്ല. ഇവന് നന്നായിക്കൂടെ? ഉളുപ്പില്ലാത്തവൻ 1 ലക്ഷം പൈസ വാങ്ങിയിട്ട് തരണില്ല അവൻ. വണ്ടി പറപ്പിച്ച കൊടുണി. ഞാൻ ദേഷ്യം പിടിച്ചിട്ട് വയ്യക്ക്. ഞാൻ പൊട്ടെ. പിന്നെ അവനോട് 1 ലക്ഷം ചോദിച്ചിട്ട് എനിക്ക് ഇനി വണ്ടീൻ്റെ ഹോൺ റെഡിയാക്കണം. ഹോൺ ജസ്റ്റ് റെഡിയാക്കണം. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ആദ്യം ഉളുപ്പില്ലാത്തവനോട് പൈസ ചോദിക്കട്ടെ. എന്ത് ഉളുപ്പില്ലാത്തവനെന്നറിയോ? ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഈ ലോകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ വെച്ചോ നോക്കോ. ചങ്ങായ 1 ലക്ഷം പൈസ ഇടാ. 1 ലക്ഷം ഇവിടെ ഉണ്ട്. അടാ അവൻ ഓടിനെ പിടിക്ക് ആണേ. അവൻ ഓടി റെഡി ആവില്ല. എത്ര ദിവസം ഇക്ക് ദേഷ്യം പിടിക്കണ്ടേ. നിനക്ക് എന്താണ് പൈസ എന്നിട്ട് കേട് മോനെ? പേടുത്തി തൂറേ ഉളുപ്പില്ലല്ലേ ചങ്ങായിക്ക്. 1 ലക്ഷം വാങ്ങിയിട്ട് എന്തോ വീട് പണിക്ക് എന്തൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഡാ ഓടിപ്പിക്കലിട്ടിട്ട്. ജാക്കിനെ കുറിച്ച് ആർക്കും അറിയാത്തണ്. ഞാൻ 2 ഇടിച്ചാൽ നീ അത്ര കിടക്കുന്നല്ലോ. മര്യാദക്കിൻ്റെ 1 ലക്ഷം തന്നോട്ടാ. ഡാടാ നിൽക്കണം, കൂളായിട്ട് നടന്നു പോകണണ്ടാ. ആരാ? അതെ ഞാനേ അന്നാലേ മറ്റേ വീട് പണി അടക്കുമ്പോൾ നീ ഒരു പൈസ വാങ്ങിയില്ലേ 1 ലക്ഷം? അതെവിടെ? നാളത്തെ പോണേ. അത് പറ്റില്ല, എപ്പണ തരണം. എന്താണ് തരണം? എന്തുൾപ്പില്ലാതെ ചങ്ങായി എനക്ക് ഇപ്പൊ തന്നാല് എല്ലാവർക്കും തീർന്നാല് നാളത്തെ അതിൽ ഇങ്ങനെ ഇരിക്കും കേട്ടാ. വേണ്ട തോക്കെടുക്കണ്ട. ദേഷ്യം പിടിക്കണ്ട്. ചങ്ങായിക്ക് ഉളുപ്പിലിട്ടു. എന്ത് വൃത്തിയിട്ട സമയൻ്റെ. അല്ല ഇങ്ങനത്തെ ഒരു ചെങ്ങായി കിട്ടണം. പാവലശ കൊടുത്താനാണ്. പക്ഷെ ഇനി ആർക്കും കട കൊടുക്കൂല. അല്ല പിന്നെ എന്ത് ഈ ചങ്ങായി ഇങ്ങനെ പൈസ തരില്ലേ വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്? ദല്ലോഷം പിടിച്ചിട്ട് വയ്യ. അല്ല പിന്നെ ദല്ലോഷത്തിൽ തന്നെ പൂണെന്നാണ്. എനിക്ക് തെന്നലേക്ക് വന്നിട്ട് പരിപാടി പറയും. സ്വഭാവമല്ലോ ഞാൻ തരാടാ. സ്വഭാവമൊക്കെ അറിയാം. എല്ലാ പിന്നെ തെന്നലിങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ചവിട്ടി എൻ്റെ പരിപ്പിളക്കും. കേട്ട ചങ്ങായ ഉളുപ്പില്ലാത്തൻ. അല്ലോ ഞാൻ പോട്ടെ. ഒരു നാണില്ല. ഞാൻ തരൂല്ല പൈസ. അങ്ങത്തല്ല ഇനി തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഞാൻ ഇടിക്കും. അല്ല എന്ത് വിത്തില്ലാത്തന്നെ. ഞാൻ പോട്ടെ.
സമയം പോകുന്നല്ലാണ്ട് ചങ്ങായി കാരണം മാറിക്കട വണ്ടി റൂമിന് അല്ല പിന്നെ പോവാൻ സമ്മതിക്കൂല രാഹുലു പടച്ചുവിടട്ടെ നീ വണ്ടീൻ്റെ ഹോണിന്ന് റെഡിയാക്കണം ഹോൺ എന്താ അറിയില്ല ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടോ റെഡിയാക്കിയിട്ട് തരാം ഹലോ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് നമ്മൾ പെട വണ്ടി എടുക്കുമോനെ നമ്മളിൽ കാറും പിന്നെ ഈ ബൈക്കും മാത്രമല്ലോ നമുക്ക് വേറെ വണ്ടികളൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫെറാറി പോലത്തെ അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ കുറച്ച് സൂപ്പർ കാറാണ് വാങ്ങുക കുറച്ച് സൂപ്പർ കാറാണ് വാങ്ങുക അത് അടുത്ത വീഡിയോ സർപ്രൈസ് ആയിട്ട് നമ്മൾ പറയും ഓക്കെ അടുത്ത വീഡിയോയിൽ എല്ലാവരും പോവാം അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും പറയും ഞാനിനോ അയ്യോ വൈ തെറ്റില്ലോ ഇങ്ങോട്ടായിരുന്നു അങ്ങോട്ടുണ്ട് എൻ്റെ വീട്ടിൽ നല്ല ദിവസം പിടിച്ചിട്ട് എപ്പോഴാണ് പോണേ പോയേക്കാ ഏതായാലും അലക്സേ വേറെ പണിയൊന്നുമില്ലല്ലേ എങ്ങനെ ഇരിക്കണം ഇത്ര പണി നോക്കടാ ഉൾപ്പില്ലാതെ ഞാൻ പോട്ടെ പോർന്ന് വണ്ടിയൊക്കെ ഒന്ന് റെഡി ആക്കണം ഹോണ് അടുത്ത വീട് അവർ സർപ്രൈസ് ആയിട്ട് ആ കാറായത് നമ്മൾ പറയും ഷർട്ട് എൻ്റെ ഇപ്പോൾ ഇഷ്ടമായ ഷർട്ടും ക്യാപ്പൊക്കെ ഉണ്ട് എന്താ ഇതിന് ഇഷ്ടമായ ഷർട്ടുണ്ട് ഇത് വേണ്ട ഇത് മതി ഇത് കുറച്ച് ഡിസൈൻ ആയിക്കട്ടെ പാൻറ് ഇതിടാം ഇത് വേണ്ട ഇതോ ഇത് ടൗസർ വേണ്ട ഇനി പോവാ ഇതൊക്കെ മതി ഇതെല്ലാം വാങ്ങിയിട്ട് ഞാനോ വണ്ടിയൊക്കെ റെഡി ആക്കിയത് എത്ര ദിവസമായി ആ വണ്ടീൻ്റെ ഹോൺ ഇല്ലാത്തതുകൊണ്ട് ട്രാഫിക്കിലൊക്കെ വീടുമ്പോൾ ഹോൺ അടിക്കണ്ടേ പിന്നെ ആൾക്കാർ മുന്നേ ആടുമ്പോൾ ആൾക്കാരുടെ വീട്ടിന് മുമ്പ് വിളിക്കുമ്പോൾ ഒക്കെ ഹോൺ അടിക്കണം ഹോണില്ലാണ്ട് പരിപാടി നടക്കില്ല ബൈക്കിൻ്റെ റെഡിയാണ് പക്ഷെ താറിൻ്റെ പ്രശ്നം അതെന്തറിയില്ല അതിൻ്റെ ഹോണിക്ക് എന്താ ഹോണിൻ്റെ വയർക്ക് എന്താ ഹോണ് മറ്റേ മതി ഹോൺ റിപ്പയർ ആക്കാൻ കേട്ടോ ആ റിപ്പയർ ആയി വീണ്ടും അങ്ങനെ ഉണ്ടായാലോ ചിലപ്പോൾ വണ്ടി കയറ് ഇവിടെ ബാസ്ക്കറ്റ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഗ്രൗണ്ട് എന്താ പറയുക ബാസ്ക്കറ്റ് എന്തൊക്കെ കഴിക്കും ആ സാധനം ഉണ്ട് ഇവിടെ അലക്സ് പറഞ്ഞിട്ടേ വെച്ചതാണ് അതെങ്ങനെ ഇപ്പോൾ ബാസ്ക്കറ്റിൻ്റെ ബോൾ എങ്ങനത്തെ കുത്തി പൊട്ടിച്ചാളിനി എന്താ ചെയ്യുക എന്നാൻ്റെ ഒരു കാര്യം അതുപോലെ സ്വിമ്മിങ് പൂളിക്ക് ഇപ്പോൾ വേണം സ്വിമ്മിങ് പൂളിക്ക് ഞാൻ പോട്ടെ മാപ്പ് ഇടാം എൻ്റെ അങ്ങോട്ടല്ല അങ്ങനെയുണ്ട് സോറി തെങ്ങായിൻ്റെ സുസുക്കി ഏത് വണ്ടി ഒന്ന് മാറ്റിയിടാൻ എൻ്റെ പേട്ട വണ്ടി റെഡി ആക്കുമ്പോഴാണ് എൻ്റെ ഇത് ഞാനോ ആ ഫ്രാങ്കിലാണ്ടത് എത്ര ദിവസമായി അവനൊന്നും പോകണ്ട അവൻ കൊണ്ട് വരട്ടെ കൊയ്യാൻ്റെ ലോസ് ഉണ്ട് പോവാൻ കുറേ ഫ്ലൈറ്റും പിടിച്ച് പോകണം ഇവിടെ ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ മടി ഇങ്ങോട്ടായിരുന്നു ഈ താറ് കൊള്ളാട്ടോ പക്ഷെ റൂഫില്ല താർക്ക് ഈ മഴ കാരണം നമ്മൾ കുളിക്കും മഴയത്തൊന്നും കാറായിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പുതിയ വണ്ടി എടുക്കാൻ വിചാരിച്ച് പുതിയ വണ്ടി എടുക്കാൻ കാശ് വേണമോ സൂപ്പർ കാറാണ് എടുക്കാൻ പോണ് ആ രാഹുൽ പൈസ വാങ്ങിയിട്ട് കാർ എടുക്കാൻ 1 ലക്ഷം പറ്റൂല സൂപ്പർ കാറിന് ആ പൈസ കൊണ്ട് എൻ്റെ പൈസയും കൂട്ടും അല്ല ഈ ഷോറൂം അടിച്ചാ ഇതിപ്പോൾ എന്താ ഷോറൂം ഇങ്ങണ്ട ഈ താറ് എന്താണ് കൺട്രോൾ കിട്ടുന്നില്ല വണ്ടി കളിക്കുന്നു ഇപ്പോൾ കണ്ടുപിടിക്കാൻ എന്താ അറിയില്ല വയസ്സായി എന്താ ചെയ്യാം നമ്മളിപ്പോൾ ബസ് ഓടിച്ച് പൈസ ഉണ്ടാക്കണം ഇനി കുറേ
പൈസ ഇല്ലാണ്ട് പരിപാടി നടക്കൂടെ. ഞാൻ പോട്ടെ. മാറ്റുന്നു. ഞാൻ പോട്ടെ. ഇവിടൊക്കെ പൂട്ടിച്ചേക്കാ. ഇത് വൈബ് തന്നല്ലേ. ഗൂഗിൾ മാപ്പ് തെറ്റും മാറ്റില്ലല്ലോ. ഇങ്ങോട്ട് പോയി നോക്കണ. വേണ്ട കൊയ്യ. ഇതെന്നെ കട. ഇതന്നെ അതേക്കണം മുന്നിൽ വർഷപ്പ് വരെ. ഈ ഹോണൊന്ന് ചേട്ടാ, ഈ ഹോണൊന്ന് റെഡിയാക്കിയോ. എന്ത് ഹോണിൻ്റെ കംപ്ലൈൻറ്റ്? ഈ ഹോൺ എന്താറില്ലേ വർക്കാണ്ടില്ല. പുതിയ ഹോൺ വെച്ചേക്ക്. എത്ര ആവും? ഒരു 1000 രൂപ ആവും. ഓക്കെ, 1000 കുഴപ്പമില്ല. ആയിക്കോ, എടുത്തോ. പുതിയ ഹോൺ എടുത്തോ. പിന്നെ ഒരു കാര്യം, നല്ല ഹോൺ വെക്കണം. 2 ദിവസം 3 ദിവസം എന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ആയ എൻ്റെ സ്വഭാവം വരും കേട്ടോ. ഹോണ് 3 സെറ്റ് വർക്കാണ്. നമ്മളൊക്കെ കിടില, നമ്മളെ കമ്പനി പ്രൊവൈഡർ കിടില ഹോണൊക്കെ വെക്കണം. ഹോണ് വെച്ചാൽ മതി. അല്ല പിന്നെ ഞാൻ പോട്ടെ. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ആൾക്കാരോട് ഉണ്ട്, പക്ഷെ അവിടെ വരും. ഇപ്പോൾ ഞാൻ വരും. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോട്ടെ. കൂടെ വേറെ പണിയുണ്ട്. ഓട്ടോറിക്ഷയിൽ വേണ്ട. എങ്ങോട്ടെല്ലൊക്കെ പോവുക. സൈക്കിൾ എടുത്ത് പറഞ്ഞ റൗണ്ട് ചുട്ടി തരാം. അപ്പത്തേനും അവർ വിളിച്ചിട്ടുണ്ടാവും. ഒരു സൈക്കിൾ ഇവിടെ അടിച്ചു മാട്ടാ. ഇപ്പം എന്ത് ചെയ്യാനാ, നടക്കാന്ന് വയ്യക്ക്. റൗണ്ട് അടിക്കും. ഇതായിരിക്കണ ചങ്ങ ഇതാ പോണ്. അങ്ങനെ വാങ്ങാം. ഒരു സൈക്കിളടെ ഇവിടെ വെക്കട്ടോ. സൈക്കിളൊന്നോ എന്നല്ലോ. എടാ സൈക്കിൾ ചോദിച്ചാൽ തരൂല എനിക്ക്. ഇന്നത്തെ ഏഴാ പറഞ്ഞോട്. എൻ്റെ സൈക്കിളൊന്നോ അല്ല എൻ്റെ പ്ലസ് വിട്ടും പടർന്ന് വെറുതെ ചുട്ടി ഇറങ്ങി ഇവിടെയൊക്കെ. അപ്പം ഞാൻ വിളിക്കുവേ. ഇപ്പോഴത്തെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ കൂടെ സമയത്ത് വിളിക്കണോണ. അങ്ങനെ വേണ്ട. നിൽക്കുവേ വീട്ടിൽ കൂടെ വയൽ വീണ്ടും കസ്റ്റമേഴ്സ് കണ്ടു പോകണം. വേഗം കൈ കൊടുത്ത പണിയേ. ഇപ്പം ഹോണൊക്കെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇക്കടെ വെയിറ്റ് ചെയ്യണം. അവിടെ ഒന്നുമില്ല കളിക്കാനല്ല. അവിടെ ബോറടിക്കേ. ഞാൻ വെറുതെ ചുട്ടി ഇറങ്ങി വിചാരിച്ച് വേറെ എന്തിപ്പോൾ ചെയ്യാം. ഇങ്ങോട്ട് പോയാലോ? വേണ്ട. മാറി ചങ്ങ. അയ്യോ പോലീസുകാർ വെറുതെ ഇടിക്കാൻ നിൽക്കണേനോ. ഞാൻ പെട്ടുല്ലോ. പെട്ടു ദല്ലോഷം പിടിച്ചൊരു തേങ്ങ. ഇന്ന് ഈ ദല്ലോഷം പിടിക്കും പുറത്തിറങ്ങാക്കുണ്ടാവും. ഇവിടെ ഇതാര് വിളിക്കണ്? ഹലോ, ഞങ്ങളെ വണ്ടിയുടെ ഹോൺ റെഡിയുണ്ട്. റെഡി ആയാ? ഓക്കെ, ഞാൻ വരാം. അവിടെ ഹോണ് റെഡി ആയി എന്നൊക്കെ പറയുന്നുണ്ട്. സോറി പോലീസ്, അറിയാണ്ട് ഇടിച്ചാണ് തന്നെ. ഒന്നും ഞാൻ വെറുതെ പറയില്ല. പോവാറുന്ന് എനിക്ക് കുറേ പോലീസ് കേസൊക്കെ ഉണ്ടായിന്. ഞാൻ പോട്ടെ. No. എവിടെ എൻ്റെ വണ്ടി? അല്ല, എവിടെ ഞാൻ വണ്ടി വെച്ച്? ഞാൻ പറഞ്ഞില്ലേ കറങ്ങാൻ പോകും. വേഗം കൈ കൊടുത്തേ. ഇവിടുത്തെ വർക്ക്ഷോപ്പ് അങ്ങനെ വേഗം കൈ പരിപാടിയൊക്കെ. എവിടേക്കും സൈക്കിള് ബെല്ല്. ഇവിടെ ആയിരുന്നു. എവിടെയായിരുന്നു? ഇവിടെ എവിടെയായിരുന്നു? ഇവിടെ ഒന്നല്ല ഒന്ന്.
ഞാൻ പോട്ടെ. ഇവിടെ ഒന്നല്ലേ തടിയൊരു മാരിക്ക് തടിയായിരുന്നു. ഓ വീണില്ല, ജസ്റ്റ് ബസ്. അത് പേടിച്ചു റോഡില പാവ. ഇവിടെ ആയിരുന്നു. ഓക്കെ അങ്ങോട്ടന്നെ. ഞാൻ പറഞ്ഞു അങ്ങോട്ടായിരിക്കും. വെറുതെ മാപ്പൊക്കെ വെക്കണം. ഏതായാലും വെച്ച് അതിൻ്റെ പോയേക്കാം. ആര് വിളിച്ചതായാലും പോയേക്കാം. വണ്ടി ഇരിക്കണോ? ഓ വണ്ടി കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിക്കണേ. വണ്ടീൻ്റെ ഹോൺ റെഡി ആയാ? റെഡി ആയിണ്ടാവും. വണ്ടിയുടെ ഹോണൊക്കെ റെഡി ആയില്ലോ? താങ്കളെ വണ്ടിയുടെ ഹോണ് കൂടുതലായിട്ട് ഹോൺ അടിയുണ്ട്. ഓക്കെ പറഞ്ഞേ. ഫോണൊക്കെ അടിയുണ്ടെന്ന് പറയുന്നു. നോക്കട്ടെ കേട്ടോ, ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ വർക്കൗണ്ട് പറ്റിക്കും. നല്ല കട, കുഴപ്പമില്ല. ഞാൻ പോട്ടെ. മാരിക്ക് പേട്ട സൈക്കിള്. നമ്മളിത് അടുത്ത വീഡിയോയിൽ പേട്ട വണ്ടി എടുക്കും, സൂപ്പർ കാറാ മോനെ. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും പറയും. അപ്പോൾ നമ്മളല്ല ഫെറാറി അല്ല, അടുത്ത വീഡിയോയിൽ പെട എടുക്കും മോനെ, ഉറപ്പാ പെട എടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ സർപ്രൈസ് ആയിട്ട് നമ്മൾ പറയും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സർപ്രൈസ് ആയിട്ട് പറയാൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരു സുഖം കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് സർപ്രൈസ് ആയിട്ട് പറയാൻ വിചാരിച്ച്. വണ്ടി എടുത്ത് വീട്ടിൽ പോകാൻ നോക്കട്ടെ. എലക്സ് അവിടെ ഒറ്റക്കാ, അതാ പ്രശ്നം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ലൈക്ക് സബ്സ്ക്രൈബ്